എല്ലാവർക്കും നമസ്കാരം. അടുത്ത കാലത്ത് നമ്മളെല്ലാം വായിക്കുകയും കാണുകയും ചെയ്ത ഒരു വാർത്തയാണ് അടുത്ത വർഷത്തെ സ്കൂൾ കായികമേളയിൽ നിന്നും 2 സ്കൂളുകളെ വിലക്കിയ കാര്യം. തിരുനാവായ നാവാമൂന്ത സ്കൂളിനെയും കോതമംഗലം മാർ ബേസിൽ സ്കൂളിനെയും അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്നും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിലക്കി. അവർക്കിനി അടുത്ത വർഷം മത്സരിക്കാൻ അവർക്ക് അനുമതിയില്ല. അതിന് കാരണം എന്താണ്? കഴിഞ്ഞ കായികമേളയിൽ അവർ പ്രതിഷേധിച്ചു എന്നുള്ള കാരണം പറഞ്ഞാണ് അവരെ വിലക്കിയത്. പ്രതിഷേധിക്കാൻ കാരണം എന്താണ്? അവരുടെ പ്രതിഷേധത്തിന് ന്യായമായ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം കായികമേളയിൽ നാവാമൂന്ത സ്കൂൾ 1ാം സ്ഥാനവും മാർബേസിൽ സ്കൂൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനത്ത് ജീവിരാജ സ്കൂളും ആയിരുന്നു എത്തിയിരുന്നത്. പക്ഷേ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് 3ാം സ്ഥാനത്ത് ഇന്ന് സർക്കാരിൻ്റെ GV രാജ സ്കൂളിനെ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്ന് അവർക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊടുത്തതിൽ ഉള്ള പ്രതിഷേധമായിരുന്നു കുട്ടികൾ നടത്തിയത്. പക്ഷേ അത് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല. ജനാധിപത്യത്തിൽ നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് ഇവർ ഒരുപാട് പ്രതിഷേധം നടത്തുന്നതാണ്. അത് ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തി സമരങ്ങളും അക്രമാസക്തമായിട്ടുള്ള സമരങ്ങൾ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരവും ഇതുപോലെ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഈ പ്രതിഷേധം കുറ്റമല്ലായിരുന്നു. പക്ഷേ ഈ സ്കൂളിലെ കുട്ടികൾ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ പ്രതിഷേധിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ ഇവർക്ക് മടി. അതോ ഈ മന്ത്രി പ്രതിഷേധിക്കാത്ത ആളാണ്, പുള്ളി ഒരു കാര്യത്തിലും പ്രതിഷേധിക്കാത്ത ആളാണ് എന്ന് നമുക്കറിയാം. നിയമസഭയിൽ ഒരു പ്രാവശ്യം മൈക്ക് തല്ലിപ്പൊളിച്ച് സീറ്റ് അടിച്ചു പൊളിച്ച് മുണ്ടും മടക്കി കുത്തി മേശപ്പുറത്ത് കയറി നിന്ന് കാണിച്ച് പ്രകടനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി മന്ത്രിയായി. പ്രൊമോഷൻ കിട്ടി മന്ത്രിയായി കഴിഞ്ഞപ്പം അദ്ദേഹം ആലോചിച്ചടാ, ഇനി ആരും പ്രതിഷേധിക്കുമെന്ന് ഞാനോ എൻ്റെ പാർട്ടിയോ പ്രതിഷേധിച്ചാൽ മതി. മറ്റാരെങ്കിലും പ്രതിഷേധിച്ചാൽ രക്ഷാപ്രവർത്തനം ഹെൽമെറ്റും കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയെന്നിരിക്കും. ചെടിച്ചെട്ട് കണ്ട് തലയടിച്ച് പൊട്ടിക്കുക, പോലീസുകാരെ വിട്ട് അതിക്രൂരമായി മർദ്ദിക്കുക, ഇതൊക്കെയാണ് മറ്റുള്ളവർ പ്രതിഷേധിച്ചാൽ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാം, ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചൈനയിൽ കണ്ടതാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയറിൽ അവർക്കില്ലാത്ത ജനാധിപത്യ അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവരെ ജയിലിൽ പിടിച്ചിട്ടേക്കുന്ന രീതിയിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് എതിരായിട്ട് കുറേ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അവിടെ എന്താണ് കാണിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്? ഈ കുട്ടികളുടെ മുകളിൽ കൂടി ടാങ്ക് ഓടിച്ച് കയറ്റി 1000-കണക്കിന് കുഞ്ഞുങ്ങളെയാണ് കൊന്നത്. എന്തായാലും ഇവിടെ അത് സംഭവിച്ചില്ല എന്നുള്ളതിൽ ഈ 2 സ്കൂളുകളിലെ കുട്ടികൾക്ക് ആശ്വസിക്കാം. ഇവിടെ സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഭാരതത്തിലെ വെറും ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. ഭാരതം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കാർക്കും പ്രതിഷേധിക്കാൻ കഴിയില്ലായിരുന്നു. ആ പ്രതിഷേധിച്ച സ്കൂളിലെ കുട്ടികളുടെ മുകളിൽ കൂടി ടാങ്ക് ഓടിച്ച് കയറ്റി കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നേനുമായിരുന്നു. കാരണം കമ്മ്യൂണിസം അല്ല ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതിഷേധിക്കുന്നതിന് മുമ്പ് പ്രതിഷേധിക്കാൻ തയ്യാറാകുന്നവർ 2-1 ചിന്തിച്ചിട്ട് മാത്രം പ്രതിഷേധിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രതിഷേധിക്കേണ്ട കാര്യത്തിൽ പ്രതിഷേധിച്ച് കഴിയാവും. ഇല്ലെങ്കിൽ പ്രതിഷേധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം കിരാതമായ ഭരണമായിരിക്കും നടക്കുന്നത്, കിരാതമായ നടപടികളായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ന്യായമായ കാര്യത്തിൽ നമ്മൾ പ്രതിഷേധിക്കുക. ഇവിടുത്തെ നീതി നിയമമൊക്കെ ഏത് രീതിയിൽ പോകും എന്നുള്ള കാര്യം അന്നേരം നമുക്ക് നോക്കാം. അക്രമാസക്തമല്ലാത്ത രീതിയിൽ ന്യായമായ സമാധാനപരമായിട്ട് ആർക്കും പ്രതിഷേധിക്കുന്നതിൽ നമുക്ക് വിലക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ അവർക്ക് എതിരെ ശിക്ഷാ നടപടി എടുക്കുന്നതും ക്രൂരതയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.